സംസ്ഥാനത്ത് 5 വർഷത്തിനിടെ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് VRS എടുത്തത് 28 ഡോക്ടർമാർ. പ്രൊഫസർ തസ്തികയിലുള്ള ഡോക്ടർമാരാണ് പിരിഞ്ഞു പോകുന്നത്. വലിയൊരു വിഭാഗം ഡോക്ടർമാരും നീണ്ട അവധിയിലാണ്. സർക്കാർ അവഗണനയെ തുടർന്നാണ് ഡോക്ടർമാർ സർവീസ് വിടുന്നത് എന്ന് KGMCTA മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ബിനോയ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. അസംതൃപ്തരായ ഒരു കൂട്ടം ഡോക്ടർമാരെ വെച്ചുകൊണ്ടാണ് ഈ കപ്പൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. കപ്പൽ തകരാറിലാണെന്ന് ഇതുവരെയും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നു, ഈ കപ്പൽ മുങ്ങിത്താഴാൻ ഇനി അധിക സമയമൊന്നുമില്ല. കാരണം നമ്മുടെ സീനിയർ അധ്യാപകർ VRS വരെ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലിനിക്കൽ സൈഡിൽ 2016 ശേഷം 20ഓളം അധ്യാപകർ, പാരാമെഡിക്കൽ സൈഡിൽ 8ഓളം അധ്യാപകരും VRS അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. പകരം ഇവിടെ നിയമനം നടക്കുന്നുണ്ടോ? ഈ ചെറിയ ശമ്പളത്തിന് ആരെങ്കിലും ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും എൻട്രി കേഡറിൽ പിള്ളേരെ പഠിപ്പിക്കാൻ അധ്യാപകരില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക? ഇവിടെ നമുക്ക് 5 നല്ല മെഡിക്കൽ കോളേജുകളുണ്ടായിരുന്നു, 5, 2, 7 എണ്ണം കൂടെ ഉണ്ടായി. പക്ഷേ പുതുതായി തുടങ്ങിയ മെഡിക്കൽ കോളേജുകളിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ അധ്യാപകരുണ്ടോ? അവിടെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ ഭാവി എന്താണ്? അതിനെപ്പറ്റി സർക്കാരിന് ആശങ്കയില്ലേ? പുതിയ മെഡിക്കൽ തുടങ്ങാൻ ഞങ്ങൾ ആരും എതിരല്ല. പക്ഷേ അവിടെ പഠിക്കാൻ വരുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാവിയെപ്പറ്റി ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. MG പ്രതീഷാണ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉള്ളത്. പ്രതീഷ്, ഈ കപ്പലിനെ കുറിച്ച് നിയമസഭയിൽ പറഞ്ഞ ആരോഗ്യമന്ത്രിക്ക് കീഴിലുള്ള ഡോക്ടർമാരാണ് പറയുന്നത് ഈ കപ്പൽ അധികകാലം മുന്നോട്ട് പോകില്ല, ഇതിന് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. ഈ VRS എടുക്കുന്നത് സമ്മർദ്ദം കൊണ്ടാണോ അതോ പ്രൈവറ്റ് പ്രാക്ടീസ് എന്ന് വെച്ചുകൊണ്ടാണോ? സർക്കാർ ഇതിനെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? അത് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും മികവുറ്റ ഡോക്ടർമാർ ഉള്ളത് സർക്കാർ ആശുപത്രികളിലാണ്, പ്രധാനമായും മെഡിക്കൽ കോളേജുകളിൽ. ആ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാണ് കൂട്ടത്തോടെ സ്വയം വിരമിക്കലിന് ഒരുങ്ങുന്നത്. 5 വർഷത്തിനിടെ 28 ഡോക്ടർമാരാണ് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജിൽ നിന്ന് VRS എടുത്തത്. അത് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്കാണ്. കാരണം ഈ ഡോക്ടർമാർ തന്നെ വളരെ അസംതൃപ്തരാണ്. ഇതുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നത് സർക്കാരിൽ നിന്ന് അവർക്ക് അനുകൂലമായ ഒരു നിലപാടുകളും നയങ്ങളും ഉണ്ടാകുന്നില്ല എന്നതാണ്. കാരണം കോവിഡ് കാലം മുതലുള്ള ശമ്പള കുടിശ്ശിക ഡോക്ടർമാർക്ക് നൽകാനുണ്ട്. പലതവണ ഈ സർക്കാരുമായി ആശയവിനിമയം നടത്തുമ്പോഴും ഡോക്ടർമാർക്ക് അനുകൂലമായ നടപടികൾ ഒന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല. ഈ ഡോക്ടർമാർ ഇങ്ങനെ കൂട്ടത്തോടെ പിരിഞ്ഞു പോകുന്നതും ഒപ്പം അവധിയിൽ പ്രവേശിപ്പിക്കുന്നതും അത് മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയെ കൂടിയാണ് താളം തെറ്റിക്കുന്നത്. കാരണം മികച്ച അധ്യയനം വിദ്യാർത്ഥികൾക്ക് ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. ഒപ്പം മികച്ച ഈ ചികിത്സ ഈ ആശുപത്രിയിൽ എത്തുന്നവർക്ക് ലഭിക്കാത്ത സാഹചര്യമുണ്ട്. പ്രധാനമായും ഈ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലുള്ള ഡോക്ടർമാരാണ് ഈ സ്വയം പിരിഞ്ഞു പോകുന്നത്. അത് ഈ ആശുപത്രികളുടെ ഗുണനിലവാരം ഒപ്പം മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരത്തെ സാരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അപ്പോഴും ഇതിലൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. ഡോക്ടർമാരെ പിടിച്ചു നിർത്താനുള്ള ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു വിമർശനമാണ് ഡോക്ടർമാർ പ്രധാനമായും ഉന്നയിക്കുന്നത്. അതാണ് ഈ ഡോക്ടർ അല്പസമയം മുമ്പ് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഡോക്ടർമാർ ഇത്തരത്തിൽ 5 വർഷത്തിനിടെ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് VRS എടുത്തത് 28 ഡോക്ടർമാർ എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.